ജീവിത വിജയത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് ഇമോഷൻസിനെ ജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇമോഷൻസിനെ ജയിക്കുന്നതിന് വേണ്ടി പ്രാണദർശനിൽ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് പ്രാണദർശൻ്റെ ഈ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻ തെറാപ്പി. ദർശനം സുദർശനം ദിവ്യദർശനം പ്രാണദർശനം ദർശനം സുദർശനം ദിവ്യദർശനം പ്രാണദർശനം. പ്രാണായാമം രണ്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. Pranadarshan Multiple Energy Program to reduce stress level, increase stamina, peace of mind and joy. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനും എല്ലാ ആശംസകളും തരുന്നു. ദിനചര്യകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. സെക്കൻഡ് ലെവൽ ചെയ്തു അപ്പോഴത്തേക്കും എനിക്ക് പോസിറ്റീവായ റിസൾട്ട് വന്നു തുടങ്ങി. എറണാകുളത്ത് ഞാൻ പോകാത്ത ഹോസ്പിറ്റലില്ല, അതിലൊരു രോഗം കണ്ടുപിടിക്കുന്നില്ല. അതൊരു 30 വർഷത്തോളം മരുന്ന് കഴിച്ചു ഉറങ്ങിയിരുന്ന ആളാണ്. ഇവിടെ വന്നതിൽ പിന്നെ ഞാൻ മരുന്ന് കംപ്ലീറ്റ് നിർത്തി. ഇപ്പം മരുന്നൊന്നും കഴിക്കാതെ തന്നെ മുടങ്ങുന്നുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം ഈ ഞാൻ ഭയപ്പെട്ടിരുന്ന സംഗതികളെല്ലാം വളരെ എളുപ്പത്തിൽ എനിക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ ഭാഗം കൊണ്ട് കെട്ട് തലവേദന അത് മാറുന്നില്ല. അത് കഴിഞ്ഞ് ഈ തെറാപ്പി ചെയ്യുമ്പോൾ കഴിഞ്ഞപ്പോൾ അത് മാറി. ആദ്യം സർവേശ്വരോട് നന്ദി പറയുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്നു. വീട്ടിലെ പണികളൊക്കെ ചെയ്ത് പഠിത്തമൊക്കെ എത്തി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിലോട്ട് ഞാൻ എത്തിച്ചേരുമെന്ന്. അത് പറയുമ്പോൾ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, കണ്ണു നിറയുന്നു. വലിയൊരു അച്ചീവ്മെന്റ് ദൈവം എനിക്ക് തന്നു. എന്റെ കൂട്ടുകാരുടെ ഒക്കെ ഒപ്പത്തിനേക്കാളും അതിന്റെ അപ്പുറത്തോട്ട് ഒരു പോസ്റ്റിലോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റി. അതിനെല്ലാം കൊടുത്ത് നിന്നിപ്പോ നിങ്ങളുടെ കൂട്ടത്തിലോട്ട് പിന്നെയും തിരിച്ചു വരാൻ എനിക്ക് പറ്റി. നമ്മളെല്ലാവരും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നം എന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ സ്ട്രെസ് ആണ് എനിക്ക് എന്റെ ഒരു പ്രശ്നം. ജോലി സംബന്ധമായിട്ടും മറ്റു ചെറിയൊരു കാരണം ഷോജിക്കെങ്കിൽ എല്ലാവരും അടുത്തൊന്നും അറിയാം. അതുകൊണ്ട് പറ്റിയൊരു സംഭവം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എങ്കിലും കൺട്രോളിൽ ആയിരുന്നു. പക്ഷെ എനിക്കൊരു ഹെൽപ്പിന് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ് വഴി സാർ അത് ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. താങ്ക് യു. അപ്പൊ അങ്ങനെ അതിനകത്ത് കണ്ടതിന്റെ പിറ്റേന്ന് തന്നെ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ സെഷൻ ആയിരുന്നു, വെനസ്ഡേ വരുന്ന സെഷൻ. അത് കണ്ട് അന്ന് തന്നെ കിലാരി മാഡത്തിനോട് സംസാരിച്ചു. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കോർഡിനേറ്റ് ചെയ്തു. 2 മാസമായിട്ട് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഒത്തിരി മാറ്റം വന്നു എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനും. കാരണം എൻ്റെ ജോലി അത് തന്നെയാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കാൻ ഒരു പിള്ളേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പം പറയണമെന്നുണ്ട്, ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ചിലപ്പം സ്റ്റക്കായി പോയിരുന്നു. അതെന്റെ സ്ട്രെസ് ആയിരിക്കാം. അതിൽ നിന്നെല്ലാം എനിക്ക് ഒത്തിരി വിടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം കിഷോർജി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനും പലരുടെയും മാനസിക നില എല്ലാവർക്കും സാർ എല്ലാവരും പറഞ്ഞ പോലെ ഹെൽത്ത് ഉണ്ടാകാം. പക്ഷേ പണ്ഡിറ്റ് സാർ പറഞ്ഞ പോലെ മെന്റൽ ബാലൻസ് അതെനിക്ക് കിട്ടി. 5 തരത്തിലുള്ള 2-3 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരെണ്ണം കുറഞ്ഞു പോയായിരുന്നു. അതായിരുന്നു മനോബലം. അത് കിട്ടി എനിക്ക്. അപ്പം ഇതെല്ലാം തരാനിടയാക്കിയ കിഷോർജിക്കും എൻ്റെ ക്രൂസിനും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എല്ലാവർക്കും, സ്പെഷ്യലി ഒരു കൗൺസിലർ പുറകിൽ ഇരിപ്പുണ്ട്, കില്ലാരി മാഡം. ആള് കില്ലാടിയാണ്. എല്ലാരെയും ഈ ക്ലാസ് മാമിനാണ് എല്ലാരെയും കയ്യിലെടുത്ത് സംസാരിക്കാനും എല്ലാവരുടെ വിഷമം കേൾക്കാനും. ഞാനൊക്കെ ഒരു പ്രാവശ്യം 12 മണി സമയത്താണ് മാമയെ വിളിച്ചത്. ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് ഇതുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അത് ക്ഷമ ചോദിച്ചോട്ടെ, എനി ടൈം വിളിച്ചോളാൻ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. മാമിന്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി. ഞാനൊരു ഓൾമോസ്റ്റ് കറക്റ്റായി വന്നു എന്നെനിക്കൊരു വിശ്വാസം എനിക്ക് ഈ 2 ദിവസത്തിൽ എനിക്ക് വന്നു. ഇന്നത്തെ സെഷൻ ഒത്തിരി വർത്തഫുള്ളായി. എനിക്ക് തന്നെ ഫീൽ ആകുന്നുണ്ട്. ഞാൻ എവിടെയോ പോയിരുന്നു, ഞാൻ തിരിച്ചു ട്രാക്കിലോട്ട് വന്നു. അതിനിടയാക്കി എല്ലാവർക്കും, പ്രാണദർശന്റെ എല്ലാ ഭാരവാഹികൾക്കും, അതിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചുവാക്കിലൂടെ നമ്മുടെ കൂടെയുള്ള റോസ്ലി ചേച്ചിയാണ്. റോസ്ലി ചേച്ചി 2 ആഴ്ച കൊണ്ട് നമ്മുടെ കൂടെ ട്രീറ്റ്മെൻറ്റിലുണ്ട്. മീൻസ് ചേച്ചിക്ക് ഇവിടെ വന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു. ചേച്ചിയുടെ
കൈ റൈറ്റ് ഹാൻഡ് പൊങ്ങുന്നില്ല. അങ്ങനെ ശരീരം മൊത്തം ഒരു നീരും വേദനയുമായിട്ട് വളരെ അസ്വസ്ഥമായിരുന്നു അല്ലേ ചേച്ചി? ചേച്ചിയെ കാണുമ്പം ചേച്ചിയുടെ പുറകുവശത്ത് എന്ന് വെച്ചാൽ നീര് കൊണ്ട് ചേച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, കൈയൊന്നും അതുകൊണ്ടായിരുന്നു പൊക്കാൻ പറ്റാത്ത, അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി. പക്ഷെ നമ്മുടെ കൂടെ ട്രീറ്റ്മെന്റിന് വളരെ താല്പര്യമായിരുന്നു ആയുർവേദത്തിൽ അല്ലേ, ബിലീഫ്സ് വളരെ കൂടുതലായിരുന്നു ചേച്ചിക്ക്. സമയമില്ലെങ്കിൽ പോലും ചേച്ചി അതിന് വളരെ സഹകരിച്ചു. ആദ്യം 3 ദിവസമേ ചെയ്യാൻ പറ്റുള്ളൂ, 5 ദിവസം ചെയ്ത് 5 ദിവസം ചെയ്തിട്ട് ഒരുമാതിരി ഒന്ന് നീരൊക്കെ ഒന്ന് കുറച്ച് ചേച്ചി 3 ദിവസം ബാക്കി പോയിട്ട് വരുമായിരുന്നു. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യണമായിരുന്നു, മൊത്തം കംപ്ലീറ്റ് ആയില്ല. കാരണം അത് അതുപോലെ ഇച്ചിരി കൂടുതലായിരുന്നു. എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പൊ രണ്ടാമത്തെ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ? 3 കോഴ്സ് കഴിഞ്ഞു. 3 കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെ പറയുള്ളൂ. അത്രയും എനിക്ക് എന്റെ ശരീരം കൊണ്ട് ചേച്ചിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു? എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് പെടലി തിരിക്കാൻ പറ്റില്ല, കൈവക്കാൻ പറ്റില്ല. പിന്നെ എന്തെന്നാ പറയാ, ശരീരം കൊണ്ട് ഭാരമാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഭയങ്കര ഭാരം. ഇവിടെ വന്നപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 70 കിലോ ആയിട്ടാ കാണിച്ചത്. ഇപ്പൊ ഞാൻ അത് 60 കിലോ ആയിട്ടാ. ശരീരത്തിന്റെ നീരൊക്കെയാണ് കുറഞ്ഞത്. വണ്ണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറഞ്ഞത്, നീരാണ് ശരീരത്തിന്റെ. നീരുകൾ ഒക്കെ കുറഞ്ഞപ്പോ അവര് ലൈറ്റായി ശരീരം അല്ലേ? ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് ലൂസായി ബോഡി. ട്രീറ്റ്മെന്റ് ആണെങ്കിലും അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ ചെയ്തത്. അതന്നെ എന്താ പറയാ, എൻ്റെ മൈൻഡ് ക്ലിയർ ആയി. ഇവിടെ വന്നിട്ട് ഒത്തിരി സന്തോഷമായി. മനസ്സുകൊണ്ടാണെങ്കിലും ആകെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ നമ്മുടെ മെഡിറ്റേഷനും ചേച്ചി എടുക്കുന്നുണ്ടായിരുന്നല്ലേ? മെഡിറ്റേഷൻ എടുത്ത് അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആയി. ശരീരത്തിന്റെയും മനസ്സിന്റെയും അസ്വസ്ഥതകളെല്ലാം മാറി. ഒത്തിരി എന്താണ് ഞാൻ പറയാ, 100% വന്ന് നിന്ന് ചെയ്തു പോകാൻ പറ്റിയാൽ ഒത്തിരി അതാണ് കുറച്ച്. കാരണം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ആകും, പിന്നെ വേറെ വർക്കിലോട്ട് എൻഗേജ്ഡ് ആകുന്നില്ല. അപ്പം ഫുള്ള് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് അതിനകത്തുള്ള. അതാണ് ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ വിട്ട് മാറി നിന്ന് നമ്മ ഒരു സ്ഥലത്തും അങ്ങനെ അതൊന്നും അറ്റ്മോസ്ഫിയറും ഒന്ന് റിലാക്സ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ കിടക്കണ പോലെ അല്ലല്ലോ, ഇതൊരു വീട്ടിൽ തന്നെ വന്ന് നിന്ന് ഇതൊക്കെ എന്ന് പറയാൻ ഭയങ്കര ഒത്തിരി നല്ലതാന്ന് ഞാൻ പറയുള്ളൂ. അതും BBA തെറാപ്പിയും കിട്ടി, അതുകൂടാണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ല ഒരു ഉണർവ് തന്നെ വന്ന് പുതിയൊരു ജീവിതം പോലെ തോന്നണത്. എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ചേച്ചിയുടെ ലൈഫ് എങ്ങനെയായിരുന്നു? അപ്പൊ ഇതിനു മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണേ, പല കാര്യങ്ങളും അങ്ങ് സഫർ ചെയ്യും അല്ലേ? ഒത്തിരി എന്താ പറയാ, നമ്മുടെ വേദനകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മള് നടപ്പല്ലേ. അപ്പൊ ആ ഒരു ഇതില് ഞാൻ ഒത്തിരി പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല. അല്ല, അത് ശരീരത്തിൽ കാണാനും ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ നല്ല നീര് ഒക്കെ നോക്കുമ്പോ നമുക്കൊരു ഇത്ര ദിവസം കൊണ്ട് ഓരോ ട്രീറ്റ്മെന്റ് കാണുമ്പോ നമുക്ക് ഇത്ര ദിവസം തോന്നുമല്ലോ. അപ്പൊ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ, ഇത് നിമിഷം കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം അല്ലെ? അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു മുക്കാലും കുറഞ്ഞു. പിന്നെ എന്റെ ജോലിനെ സംബന്ധിച്ച് എനിക്ക് ഹെവി ആയിട്ടുള്ള ഒരു ജോലിയും കൂടി ആയതുകൊണ്ട് ആണ് പ്രശ്നം. ഇത് എന്തോരം അതാകുന്നു. എന്നാലും ചേച്ചിക്ക് ഒരു പരിധി വരെ ഇനിയും കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ പഴയ ആ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വരത്തില്ല. ഞാനിപ്പോ ട്രീറ്റ്മെന്റ് എടുത്തത് ഒരു 13 ദിവസമാണ് ഞാൻ ശരിക്കും ചെയ്തത്. 3 കോഴ്സായിട്ട് ചെയ്തത്. ഞാനിത് ഒരു 3 വർഷമായിട്ടുള്ള കാര്യം 13 ദിവസം കൊണ്ട് അത്രയും ചേച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളായിരുന്നു അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 മാസമൊക്കെ ആയിട്ട് ഞാൻ തീരെ പറ്റാണ്ടാണ് ഇരുന്ന്. എന്റെ ശരീരം തളരണോട്ടാ എന്തൊക്കെയോ. അപ്പൊ നമ്മ ഓൾറെഡി അപ്പൊ വേദനയും നമ്മുടെ മെന്റലിയും നമ്മുടെ ശരീരത്തിന്റെ അതും കുറയുമ്പോ തന്നെ നമുക്ക് മനസ്സിന് റിലാക്സ് ഓൾറെഡി ഉണ്ടാകും അല്ലെ? ആ വേദന കൊണ്ട് തന്നെ നമുക്ക് അരിശം, ആൾക്കാരോട് ബുദ്ധിമുട്ട്, ഏറ്റവും ദേഷ്യം, പെട്ടെന്ന് മൈൻഡ് മാറുന്നു, എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ. ആ വേദനയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. അത് ആരോട് തീർക്കും അതാണ് അതിനകത്ത് വരുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി പോയി. ഇപ്പൊ വളരെ ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചേച്ചിക്ക് വന്നപ്പോൾ ഉള്ള നീര് അങ്ങനെയുള്ള കാര്യമായിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ നീര് കുറയാനുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമ്മളെ ധാന്യാമ്ലക്കിഴി അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. അതില് ഒരുമാതിരി നീര് കുറഞ്ഞു. പിന്നെ ചേച്ചിക്ക് മരുന്ന് ഇട്ടു, ലേബ് ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞ് കൊടുത്തു വിട്ടു. തിരിച്ചു വന്നപ്പോൾ കുറച്ച് നീര് കുറഞ്ഞു, എന്നാലും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു.
പിന്നെയും ചേച്ചി 5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന, ഒന്നുകിൽ നീര് കുറയുന്നത് കഴിഞ്ഞിട്ടാണ് അടുത്ത സെഷനിലോട്ട് നമ്മൾ പോണത്. കാരണം അവിടുത്തെ ആ തേയ്മാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാം. പക്ഷെ അന്നേരം 5 ദിവസം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ആ നീര് കുറയുന്നതും ഉച്ച കഴിഞ്ഞിട്ട് വേറെ കിഴിയാണ് ചെയ്തത്. വേറെ കിഴി നമ്മൾ രണ്ടാമത് ചെയ്തതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ചെയ്തത് നാരങ്ങാക്കിഴിയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നസ്യവും ചെയ്തു. നസ്യം ചെയ്തത് 2 കാര്യമുണ്ട്. ഇവിടുത്തെ സ്പോണ്ടിലോസിസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചിക്ക് അല്ലാതെ തന്നെ നേസൽ കുറച്ച് കവചമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരുമാതിരി ചേച്ചിക്ക് നല്ല വ്യത്യാസമുണ്ട്. വേദിയിലിരിക്കുന്ന ഹോളി ചേച്ചി, കിഷോർജി, ഡോക്ടർ, നദി മാം, എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഏറ്റവും പരിമിതമായിട്ടുള്ള അറിവുമായിട്ട് നിൽക്കുന്നത് ഞാനാണ്. നിങ്ങളെല്ലാവരും പ്രാണദർശന്റെ ഭാഗമാണ്, ഒരു കുടുംബം പോലെ മാറിക്കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് വളരെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതിലുള്ള ഒരു അഭംഗി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സൗന്ദര്യമുള്ളൊരു ചടങ്ങിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചത്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മൾക്കൊരു വെൽനെസ് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവ്, അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2, അതിന് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൃത്യമായിട്ടൊരു ഗൈഡൻസോട് കൂടിയേ നമുക്ക് ആ ഒരു കറക്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങളാണെങ്കിലും, ഞാൻ പൗളി മാം ഉൾപ്പെടെ നമ്മളെല്ലാവരും ആണെങ്കിലും ജീവിതത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ വേണ്ടി തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു പോസ്, ഒരു ചെറിയ പോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതിലേക്ക് എത്തി അത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം അനാവശ്യമായിട്ട് ടെൻഷനുകളിലൂടെ പോയി അനാവശ്യമായിട്ട് ഓടി നടന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം സെഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ചിന്തകൾ നമ്മളെ ഇല്ലാതാക്കുന്ന അവസ്ഥയെ മറികടക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ കാർന്നതിന്റെ അവസ്ഥയിലേക്കൊന്നും എത്താതെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള ചെറിയ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച് മുമ്പിലോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് കിഷോർജി, ഡോക്ടർ കിഷോർജിയെ പോലെയുള്ള ഒരു ടീമിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്, ഏറ്റവും നല്ലൊരു സ്ഥലം എടുത്തു, ആ ഒരു വെൽനസ് ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് വന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു BBM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഡോക്ടർ മുമ്പോട്ട് വെക്കുന്നത്. ബ്രീത്ത്, ബോഡി ആൻഡ് മൈൻഡ് അല്ലേ? അത് 3ഉം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹെൽത്തിയർ ആയി എന്ന് തന്നെ പറയാം. നമ്മുടെ ശ്വാസത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ, ഈ ഒരു ശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ബോഡി ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. 3 സെന്റേഴ്സോളമായിട്ട് 10 വർഷത്തോളമായിട്ട് ഒരു സ്ഥാപനം മുമ്പോട്ട് പോവാന്ന് പറയുമ്പോൾ തന്നെ അവരതിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ വിജയമാണ് ഈ വർഷങ്ങളായിട്ട് അവർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഇനിയും അങ്ങോട്ടും മുമ്പോട്ട് പോകാൻ, നിലനിൽക്കാൻ, ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ, നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. മാമിനും ഡോക്ടർക്കും ടീമിനും എല്ലാ ആശംസകളും നേരുകയാണ്. കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ട്, ഒരു വലിയ ടീമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ടീമിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് നമ്മളിങ്ങനെ ഒരു സെക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബോഡി ട്രീറ്റ്മെന്റ് ആണെങ്കിലും വെൽനസ് ആണെങ്കിലും നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും എന്താണെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരടുത്തൊരാളിലേക്ക് പകരാനുള്ളൊരു മനസ്സുകൂടെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കുറച്ചു നാൾ മുമ്പ് വരെ നമുക്കൊരു ശരീരത്തിന് ആരോഗ്യം വന്നാൽ നമ്മൾ അഭിമാനത്തോടെ ഡോക്ടറെ അടുത്ത് പോയി കാണും. പക്ഷെ നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഹൈഡ് ചെയ്യാറാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നു, ഒരു തെറാപ്പി ആണെങ്കിലും അതിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു റിലീഫ് എന്താണെന്ന്, റിലാക്സേഷൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പമുള്ള ഒരാളിലേക്ക് ആ അറിവ് പകരാനും അവർക്കൊരു സഹായകരമാവുന്നുവെങ്കിൽ, അവരെയും ജീവിതത്തിലൊരു ഹെൽപ്ഫുൾ ആവുന്നുവെങ്കിൽ ആ ഒരു അറിവ് പകരാനും കൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ഇവന്റിന്റെ ഭാഗമായിട്ട് പ്രാണദർശൻ കുടുംബത്തിലേക്ക്
ക്ഷണിച്ചതിലുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ഭംഗിയായിട്ട് സുന്ദരമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. നമ്മളുടെ ഇടയിലും പരാജയപ്പെടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഈ പരാജയത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, പരാജയത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. ഒന്നാമതായി നമ്മൾ മറ്റുള്ളവരോട് ബന്ധപ്പെടുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളെപ്പോലെ തന്നെ പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മറ്റുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഴ്ചകൾ ശരിയായ രീതിയിൽ ഒരു ആത്മസംയമനത്തോടും ആത്മസമർപ്പണത്തോടും കൂടി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് മനസ്സിലാകും, മറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ, അവരോട് നമ്മളുടെ യഥാർത്ഥ അവസ്ഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല. അതുപോലെ തന്നെ നെഗറ്റീവായ മാറ്റം എങ്ങനെ വന്നുവോ അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉറപ്പായും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയണം. എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ പോസിറ്റീവായ നല്ല മാറ്റങ്ങളെ മാത്രം സ്വീകരിക്കുകയും നെഗറ്റീവായ മാറ്റങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് മാറ്റണം. അത് നമ്മളിൽ നിന്ന്, നമ്മുടേതായ ശൈലിയിൽ നിന്നത് മാറ്റിയിട്ട് എപ്പോൾ നെഗറ്റീവായ വിഷയങ്ങൾ വന്നാലും അതുകൂടി കൂടുന്നതാണ് നമ്മളുടെ അവസ്ഥ, അതും കൂടി കൂടുന്നതാണ് നമ്മളുടെ ജീവിതം എന്ന് ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എവറി ഒബ്സ്റ്റേക്കിൾസ് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. എപ്പോൾ നമുക്ക് പ്രോബ്ലംസ് വരുന്നുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്സ്റ്റേക്കിൾസ് വരുന്നുവോ ആ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അതിനെ കാണാൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ശക്തരായി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിരവധി ആൾക്കാർ ജീവിതത്തിൽ വഴിമുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആത്മഹത്യാ കണക്ക് ഇപ്പോഴുള്ളതിൻ്റെ ഒരു 25% കൂടിയേനെ. കാരണം അവർ ആ ഒരു സമയം കഴിഞ്ഞ് എപ്പോഴും അവരിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണതയോ ആത്മഹത്യാ ചിന്തയോ മാറ്റാവുന്ന രീതിയിൽ അവരിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെ കടന്നു പോകണം? നമ്മളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മൾ ഇപ്പോൾ ദൈവവിശ്വാസികളാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൂടി നമ്മളെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വാസപൂർവ്വം അതിലൂടെ സ്വീകരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്, അതാണ് നമുക്കില്ലാത്തതും. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കാറുണ്ട് ചില വിയോഗങ്ങൾ, നഷ്ടപ്പെടലുകൾ നമുക്ക് വലിയ പരാജയങ്ങളിലേക്ക് പോകുന്നതായി നമ്മൾ വിചാരിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട, വളരെ ചെറുപ്പക്കാരനായ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ കാണുമ്പോൾ വളരെയധികം വിഷമിച്ച് കരയുന്നുണ്ടാവും. അവർ ഇനി ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ നിസ്സംഗയായി വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വിഷമിക്കുന്ന ആ സ്ത്രീയെ ചിരിക്കുന്നത് കാണാം, സന്തോഷപൂർവ്വം പെരുമാറുന്നതും കാണാം. അപ്പോൾ അവർക്കുണ്ടായ ആ വിഷമത്തെ അവർ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മാറ്റത്തിന് കാരണം. അതായത് ആ വിയോഗത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഒരുപക്ഷെ പുറമേ നിന്ന് കാണുന്ന നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം നമ്മളത് ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷേ ആ സ്ത്രീയെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അവർ ആ ഫ്യൂണറൽ കർമ്മത്തിന് ആ മരിച്ച വ്യക്തിയുമായി എത്രയോ സമയം ആ ഡെഡ് ബോഡിയുമായി ചിലവഴിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തു, അത് അവരുടെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും കടന്നുപോയി. അപ്പോൾ അവരുടെ മനസ്സിൽ ഈ നെഗറ്റീവായിട്ടുള്ള ആ ഇമോഷൻസിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ എന്നതുപോലെ ഓരോ വിഷയങ്ങളെയും നമ്മൾ അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കപ്പാസിറ്റി കൂടുകയും ചെയ്യും. ഇത്തരം വിഷയങ്ങളെ നമുക്ക് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാനും കഴിയും. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, പ്രശ്നങ്ങൾ എന്തൊക്കെ തന്നെ വന്നാലും എത്ര താഴോട്ട് പോയാലും എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള വിചാരം, മാറ്റം വരും എന്നുള്ള വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്റെ പേര് സല്ല, ഞാൻ പാലക്കാട് ജില്ലയിലെ യാത്ര സ്വദേശിനിയാണ്. ഒരുപാട് പ്രശ്നങ്ങളോട്, പിന്നെ ബിസിനസ് പരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളോട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു.
അപ്പൊ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എഴുതി കുറെ കാര്യങ്ങൾ ഇടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു പാർട്ട്ണർ നോഫിൽ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയൊരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 5 മാസം മുമ്പ് പാലക്കാടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ നാട് വിട്ട് ഞാൻ മലപ്പുറത്തിലേക്ക് ബിസിനസ് പരമായിട്ടും ഡിപ്രഷൻ അടിച്ചിട്ട് ഇനി എനിക്ക് ഒരു ഫാമിലി വേണ്ട എന്ന രീതിക്കാണ് ഞാൻ വന്നത്. എന്നോട് നമുക്ക് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് സ്പിരിച്വൽ ഗാദറിംഗ് ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അതെന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആ ഫസ്റ്റത്തെ ദിവസം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫ് ഒന്നുമല്ലാണ്ടാക്കി തീർത്ത ഒരു വ്യക്തി, എനിക്ക് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയാണ്, എന്നും അയാളെ കണ്ട നിയാസിനെ അറിയും. ഞാൻ നാട്ടിലേക്ക് പോകും, ആളെ കണ്ട എൻ്റെ മൈൻഡ് മൊത്തം, മനസ്സിൽ മൊത്തം ആളോട് റിവെഞ്ച് ആയിരുന്നു. ആളെ എങ്ങനെയും പ്രതികരിക്കണം, എന്താണ് ആളെ ഇല്ലാണ്ടാക്കണം, ആ രീതിക്ക് നാട്ടിലേക്ക് പോകും, ആളെ കണ്ട പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ പിരിഞ്ഞു എങ്കിലും ആളെ കണ്ട ഞാൻ ആളെ അറ്റാക്ക് ചെയ്യും, എനിക്ക് കേസാവും, ഞാൻ വീട്ടിലേക്ക് വരും, വീണ്ടും കോടതിയിൽ പോകും, അവിടെ വെച്ചിട്ട് ഞാൻ ഓളെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തല്ലും, വീണ്ടും വീട്ടിൽ. അപ്പൊ എല്ലാവരും ചോദിക്കും എന്തിന്റെ ആവശ്യം, നീ പിരിഞ്ഞു കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇന്നും വാശിയും വൈരാഗ്യവുമായിട്ട് നടന്ന് ഞാൻ ഇങ്ങോട്ട് വരികയുണ്ടായി. അപ്പൊ സാറിന്റെ ഒരു സെക്ഷൻ കേട്ടപ്പോ പറഞ്ഞിരുന്നു, ആ സെക്ഷനില് നമ്മളെ കൂടുതൽ വേദനിപ്പിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ വിട്ടുകളയുക, ആ വ്യക്തിയെ മറന്നു വെക്കുക, പോട്ടെ, ഇനി നമുക്ക് അവര് വേണ്ട എന്ന് പറഞ്ഞപ്പോ ശരിക്കും എന്റെ മനസ്സിൽ നിന്നത് പോയി. അത് ഇവിടെ വന്ന ശേഷം ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ അന്ന് മുതല് ഞാൻ പിന്നീട് അവനെ സ്നേഹിക്കാൻ തുടങ്ങി. വേണ്ട പോട്ടെ, സാരില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ല നീ ആ വഴിക്ക് പോവല്ലേ, നാളെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവാത്ത സമയത്ത് നിനക്ക് സപ്പോർട്ടിന് ഒരാളുണ്ടാവില്ല, നീയും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അതേ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയപ്പോ പറയാനും ഒന്ന് പൊട്ടിക്കരാനും വാപ്പ ഉണ്ടായിരുന്നില്ല. വാപ്പ ഈ ഭൂമി വിട്ടു പോയി. അപ്പോ എനിക്ക് വാപ്പാനോട് സോറി പറയാനും, വാപ്പ എന്നും പറയുന്നു എന്നെ നാണം കെടുത്തിയില്ലേ എന്നും ആ വാക്ക് പറയുന്നു. പക്ഷെ ഞാൻ വാപ്പാനത്ത് സോറി പറയേയില്ല. കാരണം എന്ന് ഞാൻ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നിൽക്കാറ്. ഞാൻ 3ാമത്തെ ആളാണ്, പക്ഷെ ഞാനൊരു മൂത്ത ആളെ പോലെ എല്ലാവരും എന്റെ വാക്കുകളാണ് വീട്ടിൽ കേൾക്കുക. അപ്പോ എന്റെ വാപ്പാനോട് എനിക്ക് സോറി എന്ന് പറഞ്ഞപ്പോഴും വാപ്പ അടുത്ത് വന്നിട്ട് പോട്ടെ സാരില്ല എന്ന് പറഞ്ഞൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്റെ വാപ്പ മരിച്ച ശേഷം ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിക്കൊണ്ട് പോണത്. അപ്പൊ ഉമ്മാനോട് ഞാൻ എന്താ പറയാ എന്ന് സ്നേഹത്തോടെ സംസാരിക്കില്ല. കാരണം നമ്മൾ ഒരുപാട് സെന്റിമെന്റ് അടിച്ച ഉമ്മ ഇമോഷണലി ആവും. നമ്മൾ ഇന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നിൽക്കും. അപ്പൊ ഇന്നലെ എനിക്ക് ഉമ്മാനോട്, ഉമ്മ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന്, അത് ഞാൻ എന്റെ മനസ്സിൽ ശരിക്കും ആ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറെ അച്ചീവ്മെന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ എത്താൻ പോവുകയാണ്. ഇൻഷാല്ലാ 2026 അവസാനിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ എല്ലാ അച്ചീവ്മെന്റും ഞാൻ നേടിയെടുക്കും, ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ അത് നേടിയതായിട്ട് സ്വപ്നം കണ്ടിട്ടില്ല. എന്നും അത് എത്തിപ്പിടിക്കുക എന്നുള്ള ടെൻഷനിൽ ഞാൻ നടക്കും. പക്ഷെ ഇന്നലെ ഞാൻ അച്ചീവ്മെന്റ്, ആ സ്വപ്നം അത് ശരിക്കും ലൈവായിട്ട് കണ്ടു. എൻ്റെ ആ ഒരു കൊച്ചു വീട്, ഞാൻ എൻ്റെ മോനും അടങ്ങുന്ന ഒരു വീട്, ആ വീട്ടിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു വണ്ടി, അവിടെ എന്താ നമ്മൾ ആദരിക്കപ്പെടുന്നതും, പിന്നെ ഒരു 2040 ആകുമ്പോൾ ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും ആ ടൈം എന്തായാലും ഞാൻ ഈ ദുനിയാവ് വിട്ടു പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിന്റെ മുന്നിൽ തെളിയാതെ ഞാൻ പോവില്ല. അതിന്റെ വാശിയാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഒരാളും എല്ലാവരും എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആരും കൈയടിക്കുന്നില്ല, ആർക്കും ഉഷാറില്ല. ശരിക്കും നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയണം, നമ്മള് എന്താ പറയാ കോടാനുകോടി ഇന്ത്യ തുള്ളികൾക്കിടയിൽ നിന്നും നമ്മുടെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ 1ാമത്തെ വിജയമാണ് നമ്മുടെ ജീവിതത്തില്. നമ്മുടെ 2ാമത്തെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയാ കേടുപാടില്ലാതെ നമ്മൾ ജനിക്കുക എന്നതാണ്. അവിടെ നമ്മളെല്ലാവരും വിജയിച്ചു കഴിയുന്ന ആളുകളാണ്. പിന്നെ എന്തിനാണ് എല്ലാവരുടെ മുഖത്ത് ഒരു സന്തോഷമില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല? ഞാനിപ്പോ എന്റെ അടുത്തിരിക്കുന്നവരോടൊക്കെ ഞങ്ങളുടെ കൈയെടുക്കാത്ത എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ 3ാമത്തെ വിജയം എന്ന് പറയുന്നത് ഈ ഭൂമി, ഇതാണ് ഇവിടെ സ്വർഗം. മരിച്ചുപോയ ഒന്നുമില്ല. ഈ സ്വർഗം നമ്മൾ ആസ്വദിക്കുക. എവിടെയൊക്കെ കാണുന്നത് അത് കാണുക. പിന്നെ ആരോടും വാശി വൈരാഗ്യം അത് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ ഇനി ഇവിടെ നിന്ന് പോകുമ്പോ, ഞാൻ അന്ന് വന്നിട്ട് പോയപ്പോഴും ശരിക്കും വീണ്ടും പുതിയൊരു ജന്മം കിട്ടിയ പോലെയാണ് ഞാൻ ഇവിടുന്ന് പോയത്.
ശരിക്കും എനിക്കത് അനുഭവം ഉണ്ടായിരുന്നു. ഇന്നും അതേപോലെ തന്നെ ബോഡി മൊത്തം ഒരു റീഫ്രഷ്. നമ്മള് ഭക്ഷണം മാത്രമാണ് മെയിൻ എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ. പക്ഷെ ഭക്ഷണം മാത്രമേ നമുക്ക് വേണ്ടി, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ, നമ്മുടെ അവയവങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ കിഷോർജിയോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ ഇതാണ് ശരിക്കും എന്റെ കുടുംബം. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവിടെ കാണുന്ന ആളായിരിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോയാല്. ഇപ്പൊ ഞാൻ മുഖാന്തരം എല്ലാവരും ഹാപ്പി ആവണം, അത് മാത്രമേ എനിക്ക് എപ്പോഴും ഒരു ചിന്തയുള്ളൂ. ഹാപ്പി ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിലും സന്തോഷത്തിലും എല്ലാവരും കാണാൻ പറ്റിയതും എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയ ഒത്തിരി നന്ദി പറയും. താങ്ക് യു സോ മച്ച്. ദർശനം സുദർശനം ദിവ്യദർശനം പ്രാണദർശനം ദർശനം സുദർശനം ദിവ്യദർശനം പ്രാണദർശനം. ചിലവരുടെ ജീവിതത്തിൽ ചിലപ്പോഴുണ്ടാകുന്ന ചില സംഭവങ്ങൾ അത് വളരെയധികം ഇമോഷണലായി അവരുടെ മനസ്സിനെ തകർത്തിട്ടുണ്ടാവാം. ചിലരുടെ ജീവിതത്തിൽ ഒറ്റ ഒരു സംഭവമായിരിക്കും അവരുടെ ജീവിതം ഏറ്റവും നെഗറ്റീവായി കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവായി എത്തുന്ന ആ സംഭവങ്ങൾ ചിലർക്ക് പുറത്തു പറയാൻ കഴിയാത്തതാവാം. ചിലർക്ക് പറഞ്ഞാൽ തന്നെയും അതിൻ്റെ ആഘാതം മാറുന്നുണ്ടാവില്ല. എന്നാൽ ഈ ചിന്തകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് അവരുടെ മനസ്സിൽ ഒരുപാട് തവണ വരികയും അത് അവരെ തന്നെ കില്ല് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് മാറ്റുന്നതിന് നമുക്ക് രണ്ട് രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. ഒന്ന് കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബോധപൂർവം മാറ്റുന്ന രീതിയും, മറ്റൊന്ന് സബ് കോൺഷ്യസ് ആയിട്ട് മാറ്റുന്ന രീതിയും. അതിൽ ഒന്നാമത്തത്, നമുക്ക് ഏതെങ്കിലും ചിന്ത നമ്മളെ ഹെർട്ട് ചെയ്യുന്നുണ്ടെന്നാൽ ആ ചിന്ത മനസ്സിൽ വിചാരിക്കുക. ആ ചിന്ത മനസ്സിൽ വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ കണ്ണുകളടച്ച് സ്വസ്ഥമായിട്ട് നമ്മളൊരു കസേരയിലോ അല്ലെങ്കിൽ നിലത്തോ സ്വസ്ഥമായിട്ടിരിക്കുക. ഇരുന്ന ശേഷം ഈ ചിന്തയെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ചിന്തയെ കൊണ്ടുവന്ന് ഒരു ലോങ് ബ്രീത്ത് എടുക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ആ ചിന്തയോടുകൂടി, ആ ചിന്ത പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് മാക്സിമം സമയം നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ആ ചിന്ത പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഉച്ഛ്വാസവായു ചെയ്യുക. അത് ഒരു തവണയല്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു പ്രത്യേക മാർഗമാണ്. ആ ചിന്ത കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ ചിന്തയെ എടുക്കുക. ഇതൊരു സംഭവമാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ മറക്കാനാവാത്ത, അവർക്ക് പോയിസൺ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത്. ആ സംഭവത്തിൻ്റെ തുടക്കം മുതൽ അത് എക്സ്ട്രീം ലെവലിൽ വന്ന് അത് നിൽക്കുന്നത് വരെയുള്ള സംഭവത്തെ വളരെ വ്യക്തമായി ചിത്രീകരിക്കുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആയിട്ട് ഓരോരോ ചിന്തകളെ, ഓരോരോ ഈവൻറ്റിനെ, ആ ഈവൻറ്റുകളെ വേർതിരിച്ച് വ്യക്തമായി കാണുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര സ്റ്റെപ്പുകൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു 10 സ്റ്റെപ്പ് അതിനകത്തുണ്ട്. അപ്പോൾ ഒരു ഈവൻറ്റ് അത് നടക്കുകയാണ്, ഒരു ആക്സിഡൻ്റാണ്, ഒരാൾ നമ്മളോട് മോശമായി പെരുമാറിയ ഒരു അപകടമാണ് നമുക്കുണ്ടായത് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, അവിടെ ആ സംഭവത്തിൽ നമ്മൾ ഒന്നും അറിയാതെ ഇന്നസെൻ്റായി ചെല്ലുന്നു. അവിടെ ആ വ്യക്തി, നമുക്ക് എതിരായിട്ടുള്ളൊരു വ്യക്തി വരുന്നു, അവിടെ സംസാരിക്കുന്നു, അത് മോശമായി ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു. അങ്ങനെ വേർതിരിച്ചെടുക്കുക. അങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് അവസാനം എത്തുന്ന സംഭവത്തെ നമ്മൾ ഒന്ന് റിവേഴ്സായിട്ട് ഈ സിസ്റ്റത്തെ കൊണ്ടുവരിക. നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. അപ്പോൾ ഏറ്റവും ആദ്യം 10ാമത്തെ ചിന്തകൾ കൊണ്ടുവരിക, അത് കഴിഞ്ഞ് 9ാമത്തെ സംഭവം 9ാമത്തെ ഈവൻ്റ് കൊണ്ടുവരിക, 8ാമത്തെ 7ാമത്തെ, അങ്ങനെ ഈവൻറ്റുകളെ റിവേഴ്സ് ചെയ്യുക. പിന്നെ ഫോർവേഡ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, പിന്നെ റിവേഴ്സ്. അപ്പോൾ ഫോർവേഡ് റിവേഴ്സ്, അതിനുശേഷം റിവേഴ്സായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് മറ്റൊരു മെത്തേഡാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് നമ്മളുടെ ആ ചിന്തകളുടെ ഭാരം അതിനകത്തുനിന്ന് കുറയുകയും ആ ചിന്തകൾ നമ്മൾ ചിന്തിക്കാനുണ്ടായ കാരണം ആ വികാരം നമ്മളിൽ നിന്ന് പോകാത്തതുകൊണ്ടാണ്. ഇങ്ങനെ റിവേഴ്സായി ചിന്തിക്കുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത്
നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൺഫ്യൂഷൻ തോന്നുകയാണ്, ഇത് യാഥാർത്ഥ്യമാണോ അതോ വെറുതെ ചിന്തിച്ചതാണോ എന്ന്. അങ്ങനെ യാഥാർത്ഥ്യമല്ല എന്ന അവസ്ഥയിലെത്തുമ്പോഴേക്ക് നമ്മളുടെ വികാരങ്ങൾ കെട്ടടങ്ങിയിട്ടുണ്ടാവും. അതാണ് ഒരു മാർഗം. വേറെയും ഇപ്പോൾ ചില മാർഗങ്ങളുണ്ട്. അതിൽ മറ്റൊരു മാർഗം കൂടി പറഞ്ഞു തരാം. മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ വിഷയത്തെ, നമ്മളുടെ ഈ ചിന്തകളെ നമ്മൾ ആ സംഭവത്തെ നമ്മൾ ചിന്തിച്ചിട്ട് ആ സംഭവത്തെ പിക്ചറൈസ് ചെയ്യുക. ആ പിക്ചറിനെ വളരെ ചെറുതായി കൊണ്ടുവരിക. അങ്ങനെ ചെറുതായി കൊണ്ടുവന്ന് ഏറ്റവും വളരെ മൈന്യൂട്ടായ രീതിയിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് വളരെ ഇൻവാലിഡായിട്ടുള്ള അപ്രസക്തമായ ഒന്നാണ് എന്ന് നമ്മളിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തയെ പിക്ചറൈസ് ചെയ്തതിന് ശേഷം അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കളർഫുൾ എന്നുള്ളതിനേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരിക. പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ വീണ്ടും ചെറുതായിട്ട് ചിന്തിക്കുക. ഇങ്ങനെയുള്ള 4 ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ നെഗറ്റീവായ ഇമോഷൻസിനെ അതിൽ നിന്ന് കളയാനും ആ ഇമോഷൻസ് നമ്മളുടെ ആ ചിന്തകളെ വീണ്ടും വരാനായിട്ട് ഒരു കാരണമാകാതിരിക്കുകയും ചെയ്യും. പിന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനെ എളുപ്പം വളരെ സ്ട്രോങ് ആയിട്ട് ഇത്തരം രീതിയിൽ കളയുന്ന ധാരാളം ആൾക്കാർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കളഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ നിന്ന് മുക്തി കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ലെവലായിട്ടുള്ള തെറാപ്പികളിലേക്കും ഈ മെഡിറ്റേഷൻ രീതികളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. പ്രാണദർശന്റെ ഇതുപോലെയുള്ള സ്പിരിച്വൽ ഗാദറിങ് പലപ്പോഴും നമ്മൾ ഗാദറിങ്സ് വെക്കാറുണ്ട്, ഫാമിലി മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് വെക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 2ാമത്തെ തവണയാണ് നമ്മുടെ ഫാമിലി മീറ്റിംഗ് ഒരു സ്പിരിച്വൽ ഗാദറിങ് വെക്കുന്നത്. അപ്പൊ ഇതിനുള്ള പ്രചോദനം എന്നാൽ നമുക്കിപ്പോ കുറെ നാളുകളായിട്ട് ഓൺലൈനിലുള്ള കൂട്ടായ്മകളാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി വരുമ്പോഴാണ് അതിന്റെ ഒരു ശരിയായ രീതിയിലേക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും
പിന്നെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ ആ പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നേരിട്ട് തെറാപ്പികൾ വെക്കുന്നത്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നതിന് ആയുർവേദം പൊതുവെ ഉപയോഗിക്കുന്ന രീതിയാണ്. പക്ഷെ നമ്മളുടെ BBN തെറാപ്പിയും ആയുർവേദവും കൂടി ഒരേപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ, അത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം സാധാരണ മെഡിറ്റേഷൻ തെറാപ്പികൾ മാത്രം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫലവത്താണ്. അതിൽ നിന്ന് കൂടുതൽ ഫലം ഉണ്ടാവും. എല്ലാവർക്കും തന്നെ മാനസികമായ ചില വൈകല്യങ്ങളും ചില രീതികളും ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാരക്ടറും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനപരമായി ഉണ്ടായി വരുന്നത് തന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ബ്രെയിനിൽ രൂപീകരിക്കുന്ന ചില ന്യൂറോൺസ് ചേഞ്ചിലൂടെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അവിചാരിതമായി കിട്ടിയ ഒരു ബുക്കിലൂടെ, എൻ്റെ അച്ഛൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചില ബുക്കുകളിൽ നിന്നും മെസ്മറിസവും ഹിപ്നോട്ടിസവും എന്ന ആ ബുക്കിലൂടെയാണ് ഞാൻ ഹിപ്നോട്ടിസം എന്താണ്, മനസ്സെന്താണ്, ഇതിന് ഇത്രയും പവർ ഉണ്ടോ, ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണോ എന്ന് ഒരു ഗവേഷണം തുടങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഹിപ്നോട്ടിസം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത്. അങ്ങനെ അന്നുണ്ടായിരുന്നത് ഈ മനോരമ പത്രത്തിൽ വരുന്ന ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഹിപ്നോട്ടിസം കറസ്പോണ്ടൻസ് ആയി പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനകത്ത് ഹിപ്നോട്ടിസം പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് മെറ്റീരിയൽസ് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു വരുന്ന രീതിയാണ് അന്ന്, ഓൺലൈൻ ഒന്നുമില്ല. അപ്പൊ അതിൽ തന്നെ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു, ഇത് ആരോടും പറയരുത്, ആ മെറ്റീരിയൽ കൈമാറരുതെന്ന്. അതുകൊണ്ട് തന്നെ ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഹിപ്നോട്ടിസത്തില് പഠിച്ചു വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമുക്ക് മനസ്സിനെ ഒരുപാട് മാറ്റാൻ പറ്റും. ഈ കാലയളവിൽ മാനസിക തകർച്ച അനുഭവപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പഠനങ്ങൾ പ്രകാരം 2025 ആകുമ്പോൾ അത് ഇനിയും ഉയരുമെന്നാണ് സാധ്യത. ഇതേക്കുറിച്ച് ശ്രീ കിഷോർജിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഇടയിൽ മാനസിക തകർച്ച അനുഭവിക്കുന്ന, പറഞ്ഞും പറയാതെയും മനസ്സിൽ വച്ചും ജീവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ കുറവുകളാണ്. ഒരു വീട്ടിൽ തന്നെയായാലും തൻ്റെ പ്രശ്നങ്ങൾ പലരോടും പറയാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഫിസിക്കലായിട്ടുള്ള ശരീരത്തിൽ നമുക്ക് ഈ ഹാർട്ടിന് പോലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാനും അതിനെ ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനും ഒന്നും മടിയില്ല. നമ്മൾ കയ്യോ കാലോ ഒടിഞ്ഞാൽ പോലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അതിന് വേദനയുണ്ടെന്ന് പറയുന്നതിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ മാനസികമായ നിലവാരം മാറ്റം വരുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില മടിയും, അത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ, സമൂഹം നമ്മളെ കാണുന്ന രീതിയും ഇതിനെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണയും ആർക്കും തന്നെ ഇല്ല. ഇത്തരം പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. അത് നമ്മളുടെ ശരീരത്തിന് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം വരും. മെഡിസിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മാനസികമായ അവസ്ഥയെ മാറ്റാമെന്നല്ലാതെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മാനസികമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ള പല മെത്തേഡുകളും ഉപയോഗിക്കാൻ കഴിയും. അത് പലർക്കും ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ആദ്യം തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് ഏറ്റവും സുതാര്യമാക്കുക. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളോടോ അല്ലോ വീട്ടിൽ തന്നെയോ ഓരോരുത്തർക്കും പോയിസണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെഗറ്റീവായ വാക്കുകളിലൂടെയും നമ്മളുടെ വികാരഭരിതമായ ദേഷ്യത്തിലൂടെയും ദുഃഖത്തിലൂടെയും അല്ലെങ്കിൽ നമ്മൾ കേട്ട നെഗറ്റീവായ കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെയും നെഗറ്റീവ് പോയിസൺസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അത് അവസാനിപ്പിക്കാതെ നമുക്ക് ഇത്തരം മാനസികമായ ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തി കിട്ടുകയില്ല. ഏറ്റവും ആദ്യം നമ്മൾ കുടുംബത്തിൽ നിന്നും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ സുപ്പീരിയേഴ്സിനോടാണെങ്കിലും നമ്മുടെ ജൂനിയേഴ്സിനോടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വാക്കുകളും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും വളരെ ഭവ്യതയോടും രസത്തോടും അത് നമ്മളുടെ തന്നെ അടുപ്പമുള്ള വ്യക്തികളാണെന്നുള്ള ധാരണയോടുകൂടി തന്നെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ശീലമാക്കേണ്ടത്.
എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്നവർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്, സ്ഥലം മാന്നാറാണ്. ഞാനൊരു സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതിലുപരി എൻ്റെ കൂടെ ഒരു 10-15 ജോലിക്കാര് ഈ സ്ട്രക്ചർ വർക്കുകളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. ഞാൻ നേടിയതെല്ലാം എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭാര്യ, അച്ഛനമ്മമാര്, ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ലെവലിലെത്തിയവരാണ്. ഒത്തിരി സ്ട്രെസ്സാണ്, ഭയങ്കര ടെൻഷനായിരുന്നു ജീവിതം. നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി വരെ ടെൻഷനുള്ള ജീവിതം. ഇതിന്റെ ഇടയ്ക്ക് ഒരു 5 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആത്മാർത്ഥതയോടെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം രാത്രി 12 മണിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി ഞാൻ നല്ല ഉറക്കത്തിലാണ്, ഇതുപോലെ ആള് മരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് എൻ്റെ പിന്നെ എനിക്ക് പറ്റിയത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ആളുടെ ബോഡി കണ്ടു. എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവുകളാണ്. ഞാൻ പൊട്ടിക്കരയുന്നു, അലറി വിളിക്കുന്നു. അന്ന് തൊട്ട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിപ്പോയി. പിന്നെ ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഇയാൾ എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ കൂടെ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ആകെ നാശകോടാലിയായി. ഒത്തിരി 2-3 സൈക്കോളജിസ്റ്റുകളെ ഇപ്പോൾ കണ്ടു, കൗൺസിലിംഗ് ചെയ്തു, ഒരു മാറ്റമില്ല. അപ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ ഈ സാധനം കാണുക. ഞാൻ കുറച്ച് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഒരു 10-30 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വീണ്ടും സജീവമാകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ കുറച്ച് ക്ലാസ്സുകളുണ്ട്. ഞാൻ കിഷോർജിയേക്കാൾ കൂടുതൽ കില്ലാരി മേഡമായിട്ടുള്ള ബന്ധമാണ്. കില്ലാരി എന്ത് സംശയമുണ്ടെങ്കിൽ ഞാൻ കില്ലാരി മേഡത്തിനെ വിളിക്കുന്നത്. ഈ ഒരു 30 ക്ലാസ്സുകൾ തയ്ച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അത്രയും സമയം കൊണ്ട് ഒരു 70% മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കരമായി. ഇപ്പൊ എനിക്ക് ആളുകളോട് സംസാരിക്കുന്നതിനോ ഇടപെടുന്നതിനോ ഈ മരണം നടന്ന ആ വീട്ടിൽ പോകുന്നതിനോ ഞാൻ ആ അടക്കത്തിന് പോലും പോകാൻ പറ്റില്ല. അത് എടുത്തു പറയേണ്ട കാര്യം. എനിക്ക് ആ പുള്ളിയുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ അത്രയ്ക്കും വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഞാൻ ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇപ്പൊ ഞാൻ ആ പുള്ളിയുടെ വീട്ടിൽ പോകും, അടക്കിയ സ്ഥലത്ത് പോകും, അടക്ക കഴിഞ്ഞ ഫ്യൂണറൽ നടന്ന ആ സ്ഥലത്ത് പോയിട്ട് അടക്കി ഞാൻ അവിടെ പോയി നിൽക്കും കുറച്ചു നേരം. അത്രയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംവിധാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിന് വേദി ഒരുക്കി തന്ന കിഷോർജിക്കും പ്രാണദർശനും അതിന്റെ സംഘാടകർക്കും എല്ലാം ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കലും കൂടി ഹായ് പറഞ്ഞുകൊണ്ട്, ഞാനത് പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ തന്നെ എനിക്ക് തോന്നിയത് ഒരു എബോവ് ആവറേജ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഞാൻ കുറെ സ്മാർട്ടായിട്ട് സ്റ്റേജുകളിൽ കയറുന്നതിനോ ആൾക്കാരോട് ഇടപെടുന്നതിനോ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ ആളായിരുന്നെങ്കിലും ഏറ്റവും മൂത്താളെ പോലെ ആയിരുന്നു എന്റെ പെരുമാറ്റങ്ങളൊക്കെ. എനിക്ക് അങ്ങനെ ഒരു അവസരമാണ്. ഒരിക്കൽ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ഏറ്റവും ഇളയതാണെങ്കിലും ഞാൻ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, 1, 2, 3 അതിൽ 3ാമത്തെ ആളല്ലേ 3 വലുതാണ് എന്നുള്ളത് തമാശയായിട്ട്. അപ്പോ എനിക്കങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും അങ്ങനെയുള്ള ചിന്താഗതികളും ഒക്കെ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ലഭിച്ചതാണ്. പിന്നെ ഞാൻ കുറെ ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു മനോധൈര്യം ഉണ്ടാകുന്ന ഒരു അതല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതി ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായി. പിന്നീട് സൈക്കോളജി പഠിച്ചു. അതിനുശേഷം മെഡിറ്റേഷന്റെ രീതികളിലേക്കൊക്കെ പോയി. മെഡിറ്റേഷൻ പഠിച്ചു. പല രാജ്യങ്ങളിലൊക്കെ പോയി. ചി എനർജി, ഹിപ്നോ എനർജി, ഹിപ്നോട്ടിസം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പുറത്ത് ഈ ട്രെയിനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തുമൊക്കെ എനിക്ക് ഇതിന് കുറച്ച് കൂടുതൽ ഈ എനർജി ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നുണ്ട്. അപ്പൊ ഇപ്പോ ഞങ്ങള് ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ചാരിറ്റി ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ജോസ് സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ തന്നെ പഞ്ചായത്തിലുള്ള അതിരമ്പുഴ പഞ്ചായത്തിലുള്ള വളരെ ഡിസേർവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയാണ്. അപ്പൊ അതില് ആ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ കുറെ അവസരങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടി ഉന്നമനത്തിലേക്ക് എത്തും. ഞാൻ ഒരു കുട്ടിയെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്.
ആ കുട്ടിയൊക്കെ വളർന്നു. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഹായങ്ങളും അതുപോലെ സപ്പോർട്ട് ചെയ്താൽ വളർന്നു വരും എന്നുള്ള ആഗ്രഹം. കാരണം ഞാൻ ഒരു ഫാമിലി മാൻ അല്ല, ഞാൻ സിംഗിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹവും എൻ്റെ ജീവിതവും എന്നോടൊപ്പമുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടിയുള്ളതാണ്. എനിക്ക് മറ്റു ബാധ്യതകളൊന്നുമില്ല. അപ്പോ എൻ്റെ ജീവിതം തന്നെ ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പ്രാണദർശൻ എന്നുള്ളത് മനസ്സിന്റെ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത്, മാനസിക ഉന്നമനം പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ വളരെ അധികം കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് തുടർന്നും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തു പോകണം, അവരുടെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ എറണാകുളത്തും പിന്നെ ചില ഓർഫനേജുമായിട്ടൊക്കെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്, ഓൾഡ് ഏജ് ഹോമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ഇപ്പൊ 2 ദിവസമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിന്നു. ഇവിടെ നമ്മളുടെ മെഡിറ്റേഷനും BBA തെറാപ്പി ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഗെയിംസിലും എല്ലാത്തിലും നിങ്ങളുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. അപ്പോ അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കൂടെ ഉള്ള ഇപ്പോ ഞങ്ങളുടെ സ്റ്റാഫുകൾ, ഡോക്ടർ, പിന്നെ തെറാപ്പിസ്റ്റുകള്, പുതിയ മാനേജര്, പഴയ മാനേജര്, പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന റെജിനെ, അങ്ങനെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതുണ്ടായത്. പലപ്പോഴും ഞാനല്ല പല കാര്യങ്ങളും ചെയ്തത്. ഈ കുട്ടികളെ തന്നെ സെലക്ട് ചെയ്യുന്നതാണെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇവിടുത്തെ എല്ലാ ഓർഗനൈസിങ്ങും അവരെല്ലാരും കൂടിയാണ് ചെയ്യുന്നത്. നാളെയാണെങ്കിൽ എനിക്ക് ഒരു ഹിമാലയൻ യാത്രയാണ്, നമ്മളുടെ തന്നെ ഒരു ഗാദറിംഗ് ആണ് ഹിമാലയൻ. ഇപ്പൊ 20-ാം തീയതി വരെ അതിന്റെ കൂടെയാണ്. അപ്പൊ എനിക്ക് പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് ഇവരൊക്കെ തന്നെയാണ് ഇത്രയും നിങ്ങളെയൊക്കെ ഓർഗനൈസ് ചെയ്തതും നിങ്ങളെ വിളിച്ചതും. ഇപ്പൊ ഞാൻ നേരിട്ടെങ്കിലും പലപ്പോഴും എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല. അത് ചില കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ്. ഞാൻ കൂടുതലും എപ്പോഴും ഇതിന്റെ ഫിനാൻഷ്യൽ പാർട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് പാർട്ടോ അല്ല ഞാൻ നോക്കുന്നത്. അതൊന്നും സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ നോക്കുന്നത് എല്ലാം തന്നെയും എന്താണ് നിങ്ങളുടെ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ തീർക്കുക, അത് തെറാപ്പികൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മാത്രമേ ശ്രദ്ധ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ നടന്ന യോനി മെഡിറ്റേഷൻ ആണെങ്കിലും ചക്ര മെഡിറ്റേഷൻ ആണെങ്കിലും അത് എത്രത്തോളം ഫലവത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പം എന്തായാലും എൻ്റെ കൂടെ നിന്ന നിങ്ങൾക്കും ഇത് ഓർഗനൈസ് ചെയ്തവർക്കും ഞാൻ ഈ അവസരത്തിൽ വളരെ എൻ്റെ ഹൃദയം നിറഞ്ഞ, കാരണം ഇങ്ങനെയൊക്കെ ഒരു ടീം ഉണ്ടായി വരിക, ആ ടീമിന്റെ കൂടെ നിങ്ങളും ഭാഗമാവുക, നിങ്ങളെയൊക്കെ ഒരു മുഷിപ്പിക്കാതെ, ഒരു കംപ്ലൈന്റ് ഇല്ലാതെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളില്ലാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിയുക, അതൊരു എൻ്റെ ടീമിന്റെ, ഞാനല്ല, അങ്ങനെ ടീം ആയി തീരുന്നതാണ്. കിഷോർജി, ഈ മാനസിക അസ്വസ്ഥതകൾ എത്ര തരമുണ്ട്? അവ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനാവുക? മാനസികമായിട്ട് പല രീതിയിലാണ് അസ്വസ്ഥതകൾ ഉണ്ടാവുക. പലർക്കും അത് മാനസികമായ അസ്വസ്ഥതയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എല്ലാ മാനസിക അസ്വസ്ഥതകളും ശരീരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത. ഇപ്പോൾ പലപ്പോഴും ഈ ഡിപ്രഷനുള്ള വ്യക്തികൾക്ക് ശരീരത്തിൽ തന്നെ ചില അസ്വസ്ഥതകൾ കണ്ടുവരുന്നുണ്ട്. ആ അസ്വസ്ഥതകൾ തന്നെയാണ് ഡിപ്രഷനുള്ള കാരണവും. ഇപ്പോൾ പലർക്കും ചില കാര്യങ്ങളിൽ ഭയമുണ്ട്. ആ ഭയമുള്ള വ്യക്തിക്ക് ശരീരത്തിൽ ആ ഭയത്തിൻ്റെതായ പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ, നമ്മളുടെ കൂടെ തന്നെ ഉള്ള വ്യക്തികൾക്ക് ഈ അസ്വസ്ഥതകളുണ്ടോ, അവർ ഡിപ്രസ്ഡ് ആണോ, അവർ ടെൻസ്ഡ് ആണോ, അവരിൽ ഫിയറിൻ്റെ ഫാക്ടർ വളരെ കൂടുതലാണോ എന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലവർക്ക് അവർക്കും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ആദ്യം തന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം അവരിൽ എന്തെങ്കിലും കഴിവില്ലായ്മകൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ചില കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നു. ആ പഠനത്തിൽ പിന്നോക്കം പോകുന്നതിനുള്ള മൂല കാരണം അവരുടെ ഈ ഫിയർ ഫാക്ടർ ആയിരിക്കും. മാർക്ക് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഭാവി നഷ്ടപ്പെടുമോ, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള അസ്വസ്ഥതകളിലൂടെ മാനസികമായി പിരിമുറുക്കങ്ങൾ വരുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും ഈ സപ്രസ്ഡ് ആയിട്ടുള്ള ലൈഫ്, വളരെയധികം മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ
ചുരുങ്ങി ജീവിക്കേണ്ടതായ അസ്വസ്ഥത കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ അനുഭവിക്കുന്ന ഡിപ്രഷൻ വളരെ വലുതാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെയും ആ ഡിപ്രഷൻ്റെ അവസ്ഥ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെയും വരുന്ന ഒരവസ്ഥയുണ്ട്. അതുകൂടാതെ ഈ ചിലവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് സങ്കടപ്പെടുകയും അത് ആ അവസ്ഥ തന്നെ മാറുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പം അവരുടെയൊക്കെ ആ അവസ്ഥകൾ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ മൂഡ് സ്വിങ് ആയിട്ട് വരുന്നവർക്ക്, ഈ ബൈപ്പോളാർ ഡിസോർഡർ തുടങ്ങിയ അസുഖങ്ങൾ വരുന്നവർക്ക് പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആയിട്ട് വരും. പെട്ടെന്ന് ദേഷ്യപ്പെടുക, അതുപോലെ തന്നെ പെട്ടെന്ന് മാറുക. ഇനി ദേഷ്യപ്പെട്ടാൽ തന്നെ അത് മറ്റുള്ളവരുടെ കാരണമായി ചൂണ്ടിക്കാണിക്കുക, അങ്ങനെ പോകുന്നു. പിന്നെ ചിലവർക്കാണെങ്കിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നാം, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്നത് പോലെയും ആരോ അവരെ കൺട്രോൾ ചെയ്യുന്നത് പോലെയും അത് എന്തൊക്കെയോ നമ്മളെ വാച്ച് ചെയ്യുന്നത് പോലെയും തോന്നുന്ന അവസ്ഥയുണ്ട്. അത് സ്കിസോഫ്രീനിയ മുതലായ അസുഖങ്ങളും അതുകൊണ്ട് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആൾക്കാർക്കും ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുക, മൂളിച്ച കേൾക്കുക, അങ്ങനെയുള്ള രീതിയിൽ വരും. അത് ചിലപ്പോൾ അവർ റിയലായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ സംശയം, ഡൗട്ട് എന്നുള്ള അസുഖം ഉള്ളവരുണ്ട്. അത് സ്കിസോഫ്രീനിയയിലെ തന്നെ വേറൊരു രൂപത്തിൽ വരുന്നതാണ്. പിന്നെ ഡിപ്രഷൻ ഉള്ളവർക്ക് ചിലവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെന്ത് ചെയ്തിട്ടും എന്തോ അൺവാണ്ടഡ് ഫിയർ അവരുടെ മനസ്സിൽ വന്നിരിക്കുകയാണ്, അങ്ങനത്തെ രീതി. ചിലവർക്ക് അസുഖത്തോടും അല്ലെങ്കിൽ മരണത്തോടും ഡെഡ് ബോഡിയോടും ഭയമുള്ളവരുണ്ട്. അപ്പോൾ അതും തൻ്റെ അവസ്ഥ അതുപോലെ ആകുമോ, തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, തനിക്ക് ആ അസുഖം വരുമോ എന്ന് വളരെ ശക്തമായി ഭയപ്പെടുന്നവരുണ്ട്. അത് പുറത്തു പറയാൻ കഴിയാത്ത വിധം ചില അസുഖങ്ങൾ തനിക്ക് ഇന്നത് വരുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെ നീളുന്നു ഈ അസുഖങ്ങളുടെ പട്ടിക. ഇത്തരം മാനസികാവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുകയും ഇതിന് പരിഹാരമാർഗങ്ങൾ, ശരിയായ പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനും കഴിയുമെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും മുക്തി കിട്ടുകയുള്ളൂ. ഇതിന് ഏറ്റവും നല്ലത്, ഇപ്പോൾ നമ്മൾ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴും ആൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ്സാണ് എപ്പോഴും നല്ലത്. മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രശ്നമുള്ളതും ഏറ്റവും പിന്നോട്ട് വലിക്കുന്നതുമായ ഒരു വികാരമാണ് പേടി. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായ ഒരു ബുക്ക് എഴുതണം എന്ന് എനിക്ക് തോന്നി. അതിലൂടെയാണ് പേടി എന്ന പേടി സ്വപ്നം എന്ന ബുക്ക് എഴുതിയതും നിരവധി ആൾക്കാർ അത് വായിച്ച് മനസ്സിലാക്കുകയും അതിലൂടെ പേടി കളയാൻ വേണ്ടി ഒരു പരിധിവരെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൽ പരാമർശിക്കുന്നുണ്ട് ധാരാളം പേടികൾ. നമുക്കിപ്പോൾ ഈ പേടി എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി പേടി നമ്മളുടെ ചിന്തകളാണ്. ഒരു ഒബ്ജക്റ്റിനല്ല പേടിയുള്ളത്, അല്ലെങ്കിൽ പാമ്പിനെ പേടിക്കുന്നവർക്ക് പാമ്പിനല്ല ഭയമുള്ളത്, ആ വ്യക്തിക്ക് തന്നെയാണ് ഭയമുള്ളത്. അപ്പോൾ പേടി മാറുന്നതിന്, പേടി വരുന്നത് എങ്ങനെയാണ് ഒന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരിലും ഒരു ഭയത്തിൻ്റെ അളവ് വ്യത്യസ്തമാണ്. ഓരോ രീതിയിലാണ് ഒരു പേടി പ്രകടിപ്പിക്കുന്നത്. ചിലവർ പേടിക്കുന്ന ആൾക്കാർ തന്നെ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവ് എന്താണെന്ന് കണ്ടെത്തുക, അതിൻ്റെ മാറ്റം, അല്ലെങ്കിൽ പേടിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ പേടിക്കുന്ന വസ്തു അല്ലെങ്കിൽ പേടിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള അവയർനെസ്സിലൂടെ തന്നെ നമുക്ക് പേടി ധാരാളം മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇരുട്ടിനെ പേടിയുള്ള ആൾക്കാർ, നമ്മൾ ആ ഇരുട്ടിലല്ല പേടിയിരിക്കുന്നത്, ഇരുട്ടിൽ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിലാണ്. അപ്പോൾ ഇരുട്ടത്ത് പോയാൽ നെഗറ്റീവായ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള നമ്മുടെ ചിന്തകൾ മാത്രമാണ് ആ ഇരുട്ടിനെ പേടിക്കാനുണ്ടാകുന്ന കാരണം. ഇനി ഈ ഇരുട്ടിനെ പേടിയുള്ളവർക്ക് എങ്ങനെയാണ് ലളിതമായിട്ട് പേടി മാറ്റാൻ കഴിയുക? അത് ഇരുട്ടിനെ പേടിയുള്ളവർ ആ ഇരുട്ടത്ത് ചെറിയ ഇരുട്ടുകളിൽ പോവുകയും അത് ആദ്യം കൂട്ടായോ പിന്നീട് ഒറ്റക്കായോ ഒക്കെ പോയി തന്നെ മാറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഉത്തമമായ മാർഗം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പേടിക്കുന്ന കുട്ടികളുണ്ട്. പരീക്ഷയ്ക്ക് പേടിക്കുന്നതിനുള്ള കാരണം ആദ്യം കണ്ടെത്തുക, അവർ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഈ വീട്ടിൽ ഉള്ളവർ ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ തനിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്കോറ് ഇനി കിട്ടുകയില്ല എന്ന് വിചാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടാവാം. എന്തു തന്നെയായാലും
താൻ പരീക്ഷയ്ക്ക് പേടിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇനി പേടി മാറ്റുന്നതിന് കൊച്ചു കൊച്ചു ടിപ്സുകളുണ്ട്. പരീക്ഷ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മൾ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മളുടെ അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പെട്ടെന്ന് കയറി ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ആൻസർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം എഴുതി തുടങ്ങുക. ആ റിലാക്സേഷൻ ഏത് രീതിയിൽ വേണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു കുറച്ച് സമയം, ഒരു 3-4 ബ്രീത്തിങ്, ലോങ് ബ്രീത്തിങ് എടുത്ത ശേഷം നമ്മളുടെ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്ന എക്സാം നമുക്ക് പലപ്പോഴും വിജയകരമായി കാണാറുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലയോ എന്നുള്ളതിനേക്കാൾ പഠിച്ചത് നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പരീക്ഷാ പേടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ചിലവർക്ക് ഹൈറ്റിന് ഫിയർ ആയിട്ടുള്ളവരുണ്ട്. ഉയരങ്ങളിൽ പോകാനായിട്ട് പറ്റാത്തവരും, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ലിഫ്റ്റിൽ കയറാനായിട്ട് പേടിയുള്ളവർ, അങ്ങനെ പല രീതിയിലുള്ള ഭയമുണ്ട്. അപ്പോൾ ഇത്തരം രീതികളൊക്കെ തന്നെ നമ്മൾ അത് ചെയ്തുകൊണ്ട് തന്നെ മാറ്റുന്നത് എളുപ്പ വഴിയാണ്. അല്ലാത്ത വഴി ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ചില വഴികളാണ്. അത് മെഡിറ്റേഷൻ തെറാപ്പികളിലൂടെയൊക്കെയാണ് സാധിക്കുന്നത്. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മൾ എന്താണോ ഭയമുള്ള ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതി, ചിലവർക്ക് ഈ പാമ്പുകളെയോ പാറ്റകളെ പോലും പേടിയുള്ള നിരവധി ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. വളരെ പ്രഗത്ഭരായ, സമൂഹത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന ആൾക്കാർക്ക് പോലും ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ പേടിയുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഡമ്മികൾ ഉപയോഗിച്ച് അതിൻ്റെ പേടി മാറ്റാൻ ശ്രമിക്കുക. പിന്നെ അതുകൊണ്ട് അതിൻ്റെ ചത്തുപോയ ഇതിൻ്റെ ജീവികളെ നമ്മൾ എടുത്ത് കൈകൾ വെക്കുകയും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ പേടി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇനി പാമ്പാണെങ്കിൽ പാമ്പിൻ്റെ വീഡിയോസ് കാണുകയും അതിനെ നമ്മളുടെ ബോഡിയിലുള്ള മാറ്റങ്ങളെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുകയും പിന്നെ കൊച്ചു കൊച്ചു പാമ്പുകളെക്കുറിച്ച് പഠിക്കാനോ ഉള്ള സമയം നമ്മൾ ചെറിയ രീതിയിൽ അതിന് ചെലവഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ വരികയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളിത് അവെയർ ആവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഗതി. പിന്നെ അങ്ങനെ പല രീതിയിൽ ചിലവർക്കാണെങ്കിൽ അസുഖത്തെ ഭയമുള്ളവരുണ്ട്, ഡെഡ് ബോഡിയെയും മരണത്തെയും ഭയമുള്ളവരുണ്ട്, തനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് ഭയം ഉള്ളവരുണ്ട്. പിന്നെ ഇതിനേക്കാൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അസുഖത്തെ ഭയമുള്ളവരും മരണത്തെ ഭയമുള്ളവരും ഇരുട്ടിനെ ഭയമുള്ളവരും പ്രേതത്തെ ഭയമുള്ളവരും, ഇങ്ങനെ ഇത്തരം കാറ്റഗറിയിൽ ഭയമുള്ളവർ അവർ വീണ്ടും വീണ്ടും ഈ പ്രേതത്തെ ഭയമുള്ളവരും ഇരുട്ടിനെ ഭയമുള്ളവരും വീണ്ടും വീണ്ടും അത്തരം വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമകളായും പിന്നെ ചിത്രങ്ങളായും വീഡിയോകളായും അത്തരം അതിനോട് അറിയാതെ ഒരു ആകർഷണവും അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അസുഖത്തെക്കുറിച്ച് ഭയമുള്ളവരാണെങ്കിൽ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുകയും അസുഖത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും അസുഖമുള്ളവരെ കാണാൻ പോവുകയും ചെയ്യുന്ന ഒരു രീതി അവരിലുണ്ടാവും. അതുപോലെ മരണത്തെക്കുറിച്ചാണെങ്കിലും താൻ മരണത്തെക്കുറിച്ച് കേൾക്കുകയും പലപ്പോഴും മരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. പത്രങ്ങളിൽ പോലും മരണത്തെക്കുറിച്ച് വാർത്തകൾ അറിയാതെ നോക്കിപ്പോവുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ. അപ്പോൾ അത്തരം പ്രവണതകൾ ആദ്യം ഒഴിവാക്കുന്നത് ഇത്തരം ഭയം ഒഴിവാക്കാനായി ഏറ്റവും നല്ല രീതിയാണ്. പിന്നെ ഇതിൻ്റെ അൾട്ടിമേറ്റ് മാറ്റം എന്ന് പറയുന്നത് തെറാപ്പികളിലൂടെ തന്നെ സാധിക്കുന്നതാണ്. എന്തായാലും ഭയം എന്ന വികാരം നമുക്ക് പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പലരും പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന അല്ലെ പ്രൊഫഷണലായ ജോലി ചെയ്യുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങളെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരിലെയും വികാരത്തിൻ്റെ അളവ്, നമ്മൾ പ്രതികരിക്കുന്ന രീതിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എത്രത്തോളം ശക്തമായും എത്രത്തോളം ഓരോന്നിനെയും ഓരോ വികാരങ്ങളെയും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളെയും വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം. ഒരു കഥയുണ്ട്. 5 സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഒരു തർക്കമുണ്ട്. അങ്ങനെ ഈ 5 പേരും കൂടി അവരുടെ ഈ വസ്തു കാണുന്നതിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ ആ പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ 5 പേരും കൂടി നടന്നു പോകുമ്പോൾ അവിടെ നിന്നും ഒരു രാജവെമ്പാല പത്തി ഉടർത്തി നിൽക്കുന്നു. അതിൽ 4 പേരും ഓടി രക്ഷപ്പെടുകയാണ്. ഒരാളവിടെ നിൽക്കുകയാണെന്ന് മാത്രമല്ല അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി.
അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അയാളുടെ വികാരം എന്ന് പറയുന്നത് അയാൾ ഒരു പാമ്പിനെ ഇഷ്ടപ്പെടുന്ന, ഒരു പാമ്പിനെ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ, നമ്മുടെ ബാബ സുരേഷിനെ പോലെ പാമ്പിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എന്തായാലും അത് അയാളുടെ ശരീരത്തിലെ നല്ല പോസിറ്റീവ് ഒരു വികാരമായിരിക്കും ഒരു രാജവെമ്പാലയെ പോലെ നല്ല ഒരു പാമ്പിനെ കാണുമ്പോൾ. എന്നാൽ മറ്റുള്ളവർ അതുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടും അത് അവരുടെ ജീവിത മാർഗമല്ലാത്തത് കൊണ്ടും അവർ അതിനെ ഭയപ്പെടുന്നത് കൊണ്ടും ഓടി രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ ബൈക്കുമായിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബൈക്കുമായിട്ട് ഓടിയപ്പോഴേക്ക് ബൈക്ക് ഇടിച്ചു വീണു. അപ്പോൾ അതിൽ 4 പേർക്കും, കൂടെ ഉണ്ടായിരുന്ന 4 പേർക്കും വിഷമായി. എന്നാൽ അതിൽ ഒരാൾക്ക് ഈ ബൈക്കിൽ ആക്സിഡൻറ്റ് വന്നു, ബൈക്കിന് കംപ്ലൈൻറ്റ് വന്നു എന്നുള്ള ഓർത്തിട്ട് വിഷമം വന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബൈക്ക് മെക്കാനിക്കായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈൻറ്റുകളും ബൈക്കിൻ്റെ പ്രശ്നങ്ങളും നിസ്സാരമായിട്ടും അത് വരുമാന മാർഗമായിട്ടും മാറുന്നതുകൊണ്ട് അയാൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അത് കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അയാളുടെ വികാരം ആ ആക്സിഡൻറ്റിനെ കുറിച്ചും ആ വണ്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പോസിറ്റീവായതായിരിക്കും. മൂന്നാമതായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഓടിയപ്പോൾ ഈ ആക്സിഡൻറ്റിൽ അയാളുടെ കൈയൊടിഞ്ഞു. ഈ കൈയൊടിഞ്ഞ് കണ്ടപ്പോൾ ബാക്കി 4 പേർക്കും വിഷമമുണ്ടായി, ഒരാൾക്ക് വിഷമമുണ്ടായില്ല. അയാളൊരു ഡോക്ടറായിരുന്നു. ഈ കൈയൊടിഞ്ഞതോ കാലൊടിഞ്ഞതോ മറ്റ് അസുഖങ്ങളോ വിഷമിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവില്ല. കാരണം അതിനെ പോസിറ്റീവായിട്ട് മാത്രമേ ഒരു ഫിസിഷ്യൻ കാണുകയുള്ളൂ. അത് അയാൾക്കൊരു വരുമാന മാർഗമാണ്. അപ്പോൾ അയാളുടെ മാനസികാവസ്ഥ മറ്റൊന്നാണ്. ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ വസ്തു തർക്കമുണ്ടായ കക്ഷി കേസ് കൊടുത്തു എന്നുള്ളത്. അങ്ങനെ കേസ് എന്ന് പറഞ്ഞപ്പോൾ ബാക്കി 4 പേർക്കും വിഷമായി, ഒരാൾക്ക് വിഷമായില്ല. അയാളൊരു വക്കീലായിരുന്നു. അപ്പോൾ വക്കീലിൻ്റെ പ്രൊഫഷൻ ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് ഈ കേസുകൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അതിനെക്കുറിച്ചുള്ള പ്രൊഫഷണലായിട്ടുള്ളൊരു കോൺഫിഡൻ്റ് ഉള്ളതുകൊണ്ട് അയാളുടെ ചിന്താഗതി പോസിറ്റീവായിരിക്കും കേസിനെക്കുറിച്ച്. അപ്പോൾ നമ്മളിൽ എല്ലാ വിധത്തിലുള്ള ഒരു പ്രൊഫഷണലിസം ഉണ്ടായാൽ, നമ്മളൊരു സ്നേക്ക് ക്യാച്ചറിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക, നമ്മളിലൊരു ഡോക്ടറിൻ്റെ ഉണ്ടാവുക, ഒരു അഡ്വക്കേറ്റിന് ഉണ്ടാവുക, ഒരു മെക്കാനിക്കിൻ്റെ ഉണ്ടാവുക, അങ്ങനെ എല്ലാ വിധത്തിലും ഒരു പ്രൊഫഷണലായിട്ടുള്ള തലങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയാൽ നമ്മളിൽ പെട്ടെന്നൊന്നും വികാരങ്ങൾ ഇത്തരം അടിപ്പെടുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നെഗറ്റീവായ വികാരങ്ങളുടെ അളവുകോല് നമ്മൾ ശക്തിപ്പെടുത്തുക, അതിനെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ പ്രാണദർശനിൽ ചെയ്യുന്നതും അതുതന്നെയാണ്. നമ്മളുടെ അടിത്തറ, നമ്മളുടെ മാനസിക നിലവാരത്തിൻ്റെ അടിത്തറ എപ്പോഴും ശക്തമാക്കുക. നമ്മളുടെ ബലഹീനമായ മനസ്സ് മാറ്റി ദുർബല വികാരങ്ങളെ മാറ്റി അതിനെ ശക്തിപ്പെടുക, അതിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.